എൻ്റെ പേര് മറിയക്കുട്ടി അബ്രാഹം ചാലിൽ. 96ാമത്തെ പെസഹായ പൊളിയത്തപ്പം പിന്നേണ്ടും നാളിലേ. ആഴ്ചയിലും വ്യാഴത്തിലുമീശൻ മർമ്മം വെളിവാക്കി ചൊന്നാൻ പോകുന്നു നാം. പാവനമാം പുരിയിൽ പിടികൂടിയിടും എന്നെ യൂദന്മാർ നിയമം ലംഘിച്ചോനാകും. ആദാമിനു വേണ്ടി മാനുഷപുത്രനെ ഏറ്റിടും ശ്രീവായിൻ മീതെ ഹല്ലേലൂയ. അവനെ സ്വന്തം ജീവിതം തന്നെ ബലിയാക്കി മാറ്റി തലമുറകളുടെ കാരണോത്തിയായി 106ാമത്തെ വയസ്സിലും സകുടുംബം പെസഹ ആഘോഷിക്കാൻ പോകുന്ന മറിയക്കുട്ടി അബ്രഹാം എന്ന അമ്മച്ചിയുടെയും വീടിന്റെ നാഥയായി മക്കൾക്കും കൊച്ചുമക്കൾക്കും വഴികാട്ടിയായി അവർക്കൊപ്പമുണ്ടായിരുന്നത് മറിയക്കുട്ടി എന്ന ഈ വലിയ കാർന്നോത്തിയാണ്. ഇന്ന് മക്കളും കൊച്ചുമക്കളുമടക്കം 32 കുടുംബാംഗങ്ങളുണ്ട് ഈ കുടുംബത്തിൽ. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവർ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും എന്ന തിരുവചനത്തെ അനുവർത്തമാക്കിക്കൊണ്ട് കർത്താവ് പണിത ഭവനത്തിൽ തന്നെ ഭരമേൽപ്പിച്ച കുടുംബാംഗങ്ങൾക്ക് മാതൃകയായും മാർഗദർശിയായും മാറിയ മറിയക്കുട്ടി അമ്മച്ചിയുടെയും കുടുംബത്തിന്റെയും പെസഹ ആഘോഷങ്ങളിലേക്ക് മിഴി തുറക്കുകയാണ് ഷെക്കേന ന്യൂസ്. ആഴ്ചയിലും വ്യാഴത്തിലുമീ ഓർമ്മകളിലെ മറിയക്കുട്ടിയുടെ പെസഹ, കടന്നുപോകലിൻ്റെ പെസഹ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ എന്നും സംഭവിക്കുന്നത് തന്നെയാണ്. ഇന്ന് ഷെക്കേന ന്യൂസ് എത്തി നിൽക്കുന്നത് 106ാം വയസ്സിലും ചുറുചുറുക്കോടെ തൻ്റെ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എനിക്ക് ജീവിതം ക്രിസ്തുവാണെന്ന് പറഞ്ഞ മറിയക്കുട്ടി അമ്മച്ചിയുടെ ജീവിതമാണ് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത്. 106 വയസ്സ് അല്ലേ? ഈ 106ാമത്തെ വയസ്സിൽ പെസഹയൊക്കെ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളാണ്. ദൈവം തരുന്ന വലിയ സമ്മാനമാണ് ഈ ഒരു പെസഹ അല്ലേ? അപ്പം ഈ പണ്ടത്തെ പെസഹയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒന്ന് ഓർമ്മയുണ്ടോ എന്തെങ്കിലും? പണ്ടൊക്കെ ആദ്യകാലത്ത് കുടിയേറി വന്ന ആ ഒരു സമയം ഒന്ന് പങ്കുവെക്കാവോ? അടുത്തടുത്തുള്ള വീട്ടിൽ കൂടെയൊക്കെ പെസഹ ആഘോഷിക്കാൻ പോകുമായിരുന്നു. അവരിങ്ങോട്ടും വരും, നമ്മളങ്ങോട്ടും പോകുമായിരുന്നു. പാലുകൂടി കഴിഞ്ഞിട്ട് പിന്നെ അത്താഴം കുടിക്കാൻ പാടില്ല. അത്താഴം കുടിച്ച് കഴിഞ്ഞിട്ടേ പോകും. ഒടുക്കത്തെ അത്താഴമാണ്. അമ്മച്ചിക്ക് പെസഹയുടെ ഒരു പാട്ടൊക്കെ അറിയാലോ? ഒന്ന് പാടിയേ. ഏതാ? അമ്മച്ചിക്ക് ഒരു പെസഹയുടെ ഒക്കെ പാട്ടൊക്കെ അറിയാവോ ഏതെങ്കിലും? ഈശോപുത്രരേവാ, അത് മതിയോ? ആ മതി മതി മതി, അടിപൊളി. ഈശോപുത്രരേവാ യേശുദാസദേവാ, ഈ കൂട്ടത്തിലെ കൂരിരുൾ മാറ്റുവാൻ കരിയണമേ. ഈശോപുത്രനേവാ യേശുനാഥദേവാ, ഈ കൂട്ടത്തിലെ കൂരിരുൾ മാറ്റുവാൻ കരിയണമേ. പാപം ചെയ്തവരെ പാരിൽ വീണ്ടെടുപ്പാൻ ഘോരമായൊരു മുൾക്കിരീടം ചൂടി ക്രൂശിലർന്നവനെ. മറിയക്കുട്ടി അമ്മച്ചി, എന്തോ? അമ്മച്ചിക്ക് ആദ്യകാലത്ത് ഇവിടെ കുടിയേറി വന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? മക്കളും 4 പേരാ. അപ്പം നാട്ടിൽ നിന്നാണ് കല്യാണമൊക്കെ കഴിഞ്ഞത് അല്ലേ? ആ. മറിയക്കുട്ടി അമ്മച്ചി മലബാറിലോട്ട് വരുന്നതിന് മുന്നേ പാലക്കാടാണെന്ന് പറഞ്ഞു അല്ലേ? പാലക്കാട്. ആ, അവിടെ പെസഹയൊക്കെ എങ്ങനെയായിരുന്നു ആഘോഷിച്ചേ? പ്രാർത്ഥിച്ചിട്ടാ കുരിശപ്പം മുറിക്കുന്നത്. അടുത്തുള്ളവരൊക്കെ വരുമായിരുന്നു, അടുത്ത വീടുകളിൽ പോവുകയും ചെയ്യുമായിരുന്നു.
അമ്മച്ചി, അമ്മയ്ക്ക് വിശുദ്ധ വാരത്തിലൊക്കെ വെള്ളിയാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോകുന്നതൊക്കെ ഓർമ്മയുണ്ടോ? ഓ, പള്ളി അന്ന് കണ്ണര കാഴ്ചയുള്ള കാലത്ത് പോകുമായിരുന്നു. അന്ന് ഇറച്ചിമേനൊന്നും തിന്നാൻ പാടില്ല. എൻ്റെ പേര് ഡി എസ് ചാലിൽ. ഇതെൻ്റെ പപ്പയുടെ അമ്മയാണ്. അമ്മച്ചിക്ക് കണ്ണ് കാണാഞ്ഞിട്ട് ഇപ്പം 4 വർഷമായി. അമ്മച്ചിയുടെ അന്ന് തൊട്ട് ഞങ്ങളാണ് അമ്മച്ചിയുടെ കൂടെ രാത്രി കിടക്കുന്നത്. അമ്മച്ചി കുറേ കഥകളും പാട്ടുകളും എല്ലാം ഞങ്ങൾക്ക് പാടിത്തരും. അമ്മച്ചിക്ക് കണ്ണ് കാണാഞ്ഞിട്ട് ഇപ്പം 4 വർഷം കഴിഞ്ഞു. എന്നാലും അമ്മച്ചി ഇപ്പോഴും പ്രാർത്ഥനയില്ലിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത്. രാത്രിയിൽ എഴുന്നേറ്റാലും അമ്മച്ചി ഈശോ പാട്ട് പാടുകയും ഞങ്ങൾക്ക് പണ്ടത്തെ കഥയെല്ലാം പറഞ്ഞു തരികയും ചെയ്യും. അമ്മച്ചിക്ക് എപ്പോഴും പള്ളിയിൽ പോകണമെന്നും പിന്നെ കുർബാന സ്വീകരിക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹമാണ്. പക്ഷേ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം അതെപ്പോഴും സാധിക്കാറില്ല. എങ്കിലും മാസത്തിലൊരിക്കലൊക്കെ അമ്മച്ചിക്ക് അച്ഛനെ വിളിച്ചുകൊണ്ടുവന്ന് കുർബാന കൊടുക്കുകയും ഉപസാരം കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അമ്മച്ചി പള്ളിയിലെ കാര്യങ്ങൾക്കാണെങ്കിലും വളരെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 40-40 വർഷത്തോളം മാതൃവേദിയിലെ സജീവ പ്രവർത്തകയായിരുന്നു. അമ്മച്ചി എൻ്റെ പപ്പായുടെ അമ്മയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും പെസഹ ആഘോഷിക്കും. അമ്മച്ചിയുടെ കൂടെയുള്ള പെസഹ ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നതാണ്. അതുപോലെ തന്നെ കണ്ണ് കാണാതെ ആയിട്ടിപ്പോൾ ഏകദേശം ഒരു 4 വർഷത്തോളമായി. എങ്കിലും പെസഹായ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും എല്ലാ ഇൻട്രിയപ്പം ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ കുരിശപ്പം ആക്കുമ്പോഴും എല്ലാത്തിനും അമ്മച്ചി പറഞ്ഞ് ഓരോ കാര്യങ്ങളും തരാറുണ്ട്. അതുപോലെ തന്നെ ഇൻട്രിയപ്പം പുഴുങ്ങുമ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് അമ്മച്ചിയും അതിനൊക്കെ കൂടി ഇൻട്രിയപ്പം മടക്കാനും പൊതിയാനൊക്കെ ആയിട്ട് അമ്മച്ചി ഞങ്ങളുടെ കൂടാറുണ്ട്. നമ്മുടെ എല്ലാം ഓർമ്മകളിലെ പെസഹ ഒരു കടന്നുപോക്ക് തന്നെയാണ്. ഏകദേശം 5 തലമുറയിൽ നിന്ന് മറിയക്കുട്ടി അമ്മച്ചിയുടെ പെസഹയാണ് ഇന്ന് ഷെക്കീന ന്യൂസുമായിട്ട് അമ്മച്ചി പങ്കുവെച്ചത്. മക്കളും കൊച്ചുമക്കളും ആയി ഒരു വലിയൊരു കുടുംബത്തിൻ്റെ നാഥയാണ് നമ്മോടൊപ്പം ഇന്ന് ആയിരുന്നത്. അമ്മച്ചിയുടെ ജീവിതത്തിൽ ഇനിയും പെസഹകൾ വിശുദ്ധ വാരങ്ങൾ ഉണ്ടാവട്ടെ. ഒരു ശതാബ്ദത്തിലധികം കർത്താവ് ഭരമേൽപ്പിച്ച തൻ്റെ കുടുംബത്തെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി മുൻപോട്ട് കൊണ്ടുപോയ നമ്മുടെ 106 വയസ്സ് പ്രായമുള്ള മറിയക്കുട്ടി അമ്മച്ചിയുടെ ജീവിതമാണ് ഇന്ന് ഷെക്കീന ന്യൂസിലൂടെ നിങ്ങൾ കാണുകയുണ്ടായത്. മറിയക്കുട്ടി അമ്മച്ചിയുടെ പെസഹ, അന്നത്തെ പെസഹ എങ്ങനെയായിരുന്നുവെന്നും നമുക്ക് അമ്മച്ചി പറഞ്ഞു തന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു മെഴുകുതിരി പോലെ അനേകരുടെ ജീവിതങ്ങളിൽ വെളിച്ചമായി മാറിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുളിക്കലച്ഛൻ്റെ ജീവിതമാണ്. അച്ഛൻ്റെ ജീവിതത്തിലൂടെ ഒരു കടന്നുപോക്ക്. വിശുദ്ധ വാരത്തിൻ്റെ ചില സവിശേഷതകളും ചില ചോദ്യങ്ങളും ഇന്ന് സെബാസ്റ്റ്യൻ പുളിക്കലച്ഛൻ നമ്മോട് പങ്കുവെക്കുന്നു. കുറുകിൽ പക്ഷി കൂടു കണ്ടെത്തും തൻ കുഞ്ഞിനായി നിന്നൽ താരയിൽ എന്നുയിരും ഉടലും ഈ അൽത്താര മാത്രം. ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോരുത്തരും വിശുദ്ധ കുർബാനയിലേക്ക് വേരൂന്നി നടക്കണം. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ, ജീവൻ സമർത്ഥമായി ഉണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു, സ്വയമേ ശൂന്യമാക്കുന്നു. യേശുവോളം വളരാൻ, യേശുവോളം ചെറുതാകണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു പെസഹ കൂടി കടന്നുപോകുന്നു. പൗരോഹിത്യ സ്ഥാപനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനത്തിൽ ദൈവം ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച അജഗണത്തിന്റെ ആത്മീയ ഉന്നതിക്കു വേണ്ടി പ്രയത്നിച്ച് ഇടയദൗത്യം നിർവഹിച്ച് ഇന്ന് വാർദ്ധക്യത്തിന്റെ വസന്തത്തിലൂടെ കടന്നുപോകുന്ന ഫാദർ സെബാസ്റ്റ്യന്റെ പെസഹ ഓർമ്മകളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുകയാണ് ഷെക്കീന ന്യൂസ്. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുളിക്കലച്ഛനാണ്. വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. വിശുദ്ധ വാരത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകുമ്പോൾ എങ്ങനെയായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും
തൻ്റെ വിശുദ്ധവാരം ആചരിക്കേണ്ടതെന്ന് പഴയകാല ഓർമ്മകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ബഹുമാനപ്പെട്ട പുളിക്കലച്ചൻ ഒപ്പമുണ്ട്. അച്ഛാ, ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സെബാസ്റ്റ്യൻ അച്ഛാ, അച്ഛൻ 58 വർഷമായി അങ്ങയുടെ പൗരോഹിത്യ ജീവിതത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ വിശുദ്ധവാര കർമ്മങ്ങളെക്കുറിച്ചും നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധവാരത്തിലൂടെയാണ്, പ്രത്യേകിച്ച് ഈശോയുടെ പീഡാനുഭവങ്ങളും കുരിശുമരണവും ഉത്ഥാനവും എല്ലാം ആചരിക്കുന്ന അതിവിശുദ്ധമായ ക്രിസ്ത്യാനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഴ്ച കൂടിയാണ് നമ്മുടെ ഈ വിശുദ്ധവാര ആഴ്ച. ഇസ്രായേൽക്കാരുടെ പെസഹ, അതിൻ്റെ പൂർത്തീകരണമാണല്ലോ പുതിയ നിയമത്തിലെ പെസഹ. അപ്പോൾ നമ്മുടെ ഈ പഴയ കാലത്ത് ആദ്യകാലങ്ങളിൽ കുടിയേറിയ സമയത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ക്രൈസ്തവർ പെസഹ ആചരിച്ചത്? അന്ന് ഈ പെസഹ ഭക്ഷണം അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുന്നെല്ല് കുത്തിയെടുക്കും. പുതിയ നെല്ല് അത് കുത്തി അതിൻ്റെ അരി കൊണ്ടാണ് പെസഹ അപ്പം ഉണ്ടാക്കുന്നത്. ഈ പുന്നെല്ല് കുത്തുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ കാർന്നവന്മാർ പാന വായിച്ചുകൊണ്ടിരുന്നെന്നാണ് പറയുന്നത്. പാന മറ്റൊരു ചിന്തയും വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ സ്ത്രീകൾ ഇത് കുത്തിയെടുത്ത് വെള്ളത്തിലിട്ട് അരിച്ച് പൊടിച്ചെടുക്കുന്നു. ആ സമയമെല്ലാം കുടുംബനാഥൻ പാന വായിച്ചുകൊണ്ടിരിക്കും. അതായിരുന്നു അന്നത്തെ പാരമ്പര്യം. അതിന് ശേഷം അവർ ഈ പറഞ്ഞ പോലെ അപ്പം ഉണ്ടാക്കുന്നു. അപ്പം ഉണ്ടാക്കി പിന്നെ എല്ലാവരെയും വിളിച്ചു വരുത്തി, കുടുംബനാഥന്മാർ ആ ബന്ധത്തിൽപ്പെട്ട എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച ശേഷം കുടുംബനാഥനാണ് ഈ അപ്പം മുറിക്കുന്നത്. അപ്പോൾ മക്കളെല്ലാവരും ചുറ്റോടും ഇരുന്നിട്ട് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർ സാധാരണ അന്ന് ചോദിക്കാറില്ല, അറിയത്തില്ല അവർക്ക്, അതുകൊണ്ട് ചോദിക്കാറില്ല. എങ്കിലും നല്ല കുടുംബനാഥന്മാരൊക്കെ പറയാറുണ്ട് ഈ അപ്പത്തിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ അവരെ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാകും. എന്നിട്ട് അവർ അപ്പം മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് വീഞ്ഞിന് പകരം നമ്മൾ പാലുണ്ടാക്കും. പാലും പഴവും കൂടെ ചൂടാക്കിയിട്ട് എടുത്ത് അതാണ് കുടിക്കാനായിട്ട് കൊടുത്തിരുന്നത്. ഇത് രണ്ടും എല്ലാവർക്കും കുടുംബനാഥൻ വീതിച്ചു കൊടുക്കും. ആ ഭക്ഷണം കഴിച്ച ശേഷം മിച്ചം വരുത്താറില്ല. അയലോകത്തുള്ളവരോ മറ്റ് ജാതിക്കാരോ ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് ഈ അപ്പം കൊടുക്കാറില്ല. പഴയ നിയമത്തിലും അങ്ങനെയാണ്, അത് കൊടുക്കാൻ പാടില്ല. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ, അടിമകളെ പറ്റിയില്ല, വേലക്കാരെ പറ്റിയില്ല എന്നൊക്കെ നിയമമുണ്ട്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ മാത്രമേ ഭക്ഷിക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളും അങ്ങനെയാണ് ചെയ്തിരുന്നത്. പിന്നെ അയലോകത്തു നിന്ന് വരുന്നവർക്ക് വേറെ അപ്പം ഉണ്ടാക്കി കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീടുകളിലൊക്കെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ അപ്പം പുഴുങ്ങാറില്ല ആളെ അനുസ്മരിച്ചുകൊണ്ട്. അതിന് പകരം അയലോക്കത്തുള്ളവരാരെങ്കിലും അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ അപ്പം പുഴുങ്ങി ഇവിടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിൻ്റെ പിന്നിലെ കാരണം എന്തായിരിക്കും? കാരണം ഒരു സൂചന എന്നുള്ള മാത്രമേ ഉള്ളൂ. കുടുംബത്തിലെ അംഗം പോയല്ലോ, അതിനെ അനുസരിച്ച് നമ്മൾ ദുഃഖിച്ചുകൊണ്ട് അന്ന് ആ വീട്ടിൽ അപ്പം ഉണ്ടാക്കുന്നില്ല. അല്ല, മറ്റുള്ളവർ കൊടുത്ത് അവരെല്ലാം അതിൽ പങ്കുചേരുന്നുണ്ട്, വീട്ടിൽ സ്വന്തമായിട്ടുണ്ടാക്കുന്നില്ല. പിന്നീട് ഈ കുരിശപ്പം പുഴുങ്ങാനും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരു ഇതിൽ ചിട്ടവട്ടങ്ങൾ, അതായത് അത്ര വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. കുരിശപ്പം എന്നാണ് പറയുന്നത്. കാരണം ഇതിൽ കുരുത്തോല നമുക്ക് ഈശോയെ പാടി സ്തുതിച്ച കുരുത്തോലയില്ലേ, അതിൻ്റെ തല മുറിച്ച് കുരിശാകൃതിയിൽ ഇതിൻ്റെ മുകളിൽ വെക്കും. ഇതിന് ഇൻട്രി അപ്പം എന്നും പറയാറുണ്ട്. ഇൻട്രി INRI. INRI എന്നതാ യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോ. അത് ഈശോയുടെ തലയ്ക്ക് മുകളിൽ വെച്ചതാണ് പീലാത്തോസ്. ഇൻട്രി അപ്പം. ആ INRI ആണ് ഈ അപ്പത്തിന് മുകളിൽ വെക്കുന്നത്. ഓക്കെ. ഈ ഇൻട്രി അപ്പം എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ വാക്യാർത്ഥങ്ങളൊക്കെ അച്ഛൻ പറയുന്നതിലൂടെയാണ് നമുക്ക് കൂടുതൽ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും. INRI യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോ, അതതിൻ്റെ അർത്ഥം. അപ്പം മുറിക്കുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ പലഹാരങ്ങളായിരിക്കാം നമുക്ക് അവിടെ വെക്കാനൊക്കെ സാധിക്കുക? പഴവും പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞതിനകത്ത് പഴവും കൊണ്ടിട്ട് ചൂടാക്കി തിളപ്പിച്ചെടുക്കുന്നതാണ് പാലെന്ന് നമ്മൾ പറയുന്നത്. അതാണ് ഈ അപ്പത്തിൻ്റെ കൂടെ കുടിക്കുന്നത് വീഞ്ഞിന് പകരം. നമ്മുടെ ഈ ഇൻട്രിയപ്പം പുഴുങ്ങുന്നതിന് പകരം റൊട്ടി മേടിച്ച് മുറിക്കുന്ന ഒരു പുതിയ തലമുറയെ നമുക്ക് കാണാൻ സാധിക്കും. അത് വാസ്തവത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, അർത്ഥമില്ലാത്തതാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈശോ റൊട്ടി മേടിച്ച് മുറിക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ലല്ലോ. അതും ഇതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. ഇത് ഇൻട്രിയപ്പമാണ്, INRI ആണ്. ഇത് ഈശോയുടെ യൂതന്മാരുടെ നസ്രായനായ ഈശോയുടെ ശരീരം എന്നുള്ള അർത്ഥത്തിലാണ് ഇത്.
മറ്റേ വല്ല ബേക്കറിയിൽ നിന്ന് റൊട്ടി കൊണ്ടുവന്ന ആ ഒരു റൊട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒരു അർത്ഥമില്ല. അത് തിന്നുന്നതുകൊണ്ട് ഒരു കാര്യമില്ല അതിന്. അത് നമ്മുടെ ആ പാരമ്പര്യം അനുസരിച്ച് പാരമ്പര്യം നശിപ്പിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിപ്പം പഴയ പാരമ്പര്യത്താണ് പച്ചനെല്ല് കുത്തി പൊടിച്ച് അത് വറുത്ത് പൊടിച്ച് പൊടിയാക്കി എടുക്കണം. അത് ഇത്തിരി കഷ്ടപ്പാടില്ലേ. പെണ്ണുങ്ങൾക്ക് അത് കഴിയാലും ഇപ്പം ബേക്കറിയിലോട്ട് കെട്ടിയവനെ പറഞ്ഞു വിട്ടാലേ പൈസ കൊടുത്ത് വിട്ടാൽ റൊട്ടിയായിട്ട് തിരിച്ചു വരും. അപ്പോൾ പണി ലാഭമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ ഇണ്ടറിയപ്പം പിന്നെ തിന്നുന്ന കൂട്ടത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും തിന്നണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ അപ്പം ഉണ്ടാക്കും. അവിടെ പിന്നെ വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കി വിശപ്പെടുക്കാൻ വേണ്ടി അത് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഇണ്ടറിയപ്പം ഒരെണ്ണം മാത്രമേ കാണുള്ളൂ. അന്നത്തെ ദിവസങ്ങളിൽ, അതായത് അപ്പം മുറിക്കുന്ന ദിവസങ്ങളിൽ വേറെ ഭക്ഷണ സാധനങ്ങളൊന്നും കഴിക്കാറില്ല. കഴിക്കാൻ പാടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? സാധാരണഗതിയിൽ അന്ന് കഴിച്ചിരുന്നു, അവിടെയൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ഇതിനൊരു പ്രത്യേകത കൊടുത്തിരുന്നു. എല്ലാ കാര്യത്തിലും കുളിച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി വെടിപ്പാക്കിയ ശേഷമാണ് അപ്പൻ മക്കളെയൊക്കെ വിളിച്ചിരുത്തി അപ്പം മുറിക്കുന്നത്. ഇതിനൊരു പ്രത്യേകത കൊടുത്തിരുന്നു. അച്ഛാ, ഈ പെസഹ വ്യാഴാഴ്ച, അതായത് പള്ളികളിലൊക്കെ അപ്പം മുറിക്കുന്ന ഒരു ശുശ്രൂഷ നമ്മുടെ ഇടയിൽ ഈ അധികം കാലമായില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനോട് അച്ഛൻ എങ്ങനെയാണ് യോജിക്കുന്നുണ്ടോ? അത് ഒരു കാരണവശാലും ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. അപ്പം മുറിക്കുന്നത് കുടുംബത്തിലാണ്. കുടുംബത്തിലെ മാതാപിതാക്കന്മാർ അവരുടെ മക്കളെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടി അവിടെ അങ്ങനെയാണ് അപ്പം മുറിക്കുന്നത്. ഇത് പള്ളിയിലോട്ട് കൊണ്ടുവരുന്ന പള്ളി ഒരു കുടുംബമാണെന്നും പറഞ്ഞുകൊണ്ടാണ്. വാസ്തവത്തിൽ പള്ളിയിലെ കുടുംബനാഥൻ അച്ഛനാണ്. ആ കുടുംബനാഥനായ അച്ഛൻ യഥാർത്ഥ അപ്പം മുറിക്കൽ ശുശ്രൂഷ പള്ളിയിൽ അച്ഛൻ നടത്തി. അത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന വിഭജിച്ച് എല്ലാവർക്കും കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ വെറും സാദൃശ്യം മാത്രമേ ആകുന്നുള്ളൂ വീടുകളിൽ നമ്മൾ മുറിക്കുന്ന അപ്പം. അതും കൂടി ഈ പ്രധാന കാർമ്മികൻ ചെയ്യേണ്ട ആവശ്യമില്ലാതെ തെറ്റാണ്. അതുകൊണ്ട് അത് കുടുംബനാഥന്മാർക്ക് വിട്ടുകൊടുക്കുക. ഇത് പള്ളിയിൽ അച്ഛൻ മാത്രം വിശുദ്ധ ബലി അർപ്പിച്ച് കുർബാന എല്ലാവർക്കുമായി കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇതിപ്പം അച്ഛനൊരു ക്രെഡിറ്റിന് വേണ്ടിയും പിന്നെ ഇടവ ഒരു കുടുംബമാണെന്ന് വരുന്നത്, അത് ഇത് ഇടവ കുടുംബമാണെന്നുള്ളത് ഈ അപ്പം മുറിച്ചില്ലെങ്കിലും അറിയാം. അച്ഛാ, പിന്നെ ഒരു ഡൗട്ട്. അപ്പം മുറിക്കുന്ന ദിവസം, അതായത് പെസഹ വ്യാഴാഴ്ച രാത്രിയിൽ ഒരു കുടുംബത്തിൽ വൈദികനുണ്ടെങ്കിൽ, ഒരു ഇപ്പം പുതിയ ന്യൂലി പ്രീസ്റ്റ്, അപ്പം ഒരു കൊച്ചച്ഛൻ ആ വീട്ടിലുണ്ടെങ്കിൽ മുതിർന്ന അപ്പച്ചനാണോ ആ വൈദികനാണോ അപ്പം മുറിക്കാനുള്ള പ്രിഫറൻസ്? അത് മുതിർന്ന അപ്പച്ചൻ തന്നെയാണ് മുറിക്കേണ്ടത്, വൈദികനല്ല. കാരണം യഥാർത്ഥത്തിൽ വൈദികനല്ലേ അപ്പം മുറിക്കാനുള്ള ഒരു അധികാരവും? അത് വൈദികൻ മുറിക്കേണ്ടത് യഥാർത്ഥ അപ്പം വിശുദ്ധ കുർബാനയാണ്. ഇത് കുടുംബനാഥൻ മുറിക്കേണ്ടതാണ്. ഇത് വൈദികൻ മുറിക്കാൻ പാടില്ല. അച്ഛാ, പെസഹ ആചരണം യഥാർത്ഥത്തിൽ സുറിയാനി സഭയിൽ മാത്രമുള്ളതാണോ? പെസഹ ആചരണം നമ്മുടെ സഭയിൽ വന്നത് യഹൂദന്മാരിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. യഹൂദന്മാരുടെ ആചരണം നമ്മൾ കർത്താവിലൂടെ പകർത്തുക ചെയ്തത്. അതുകൊണ്ട് യഹൂദന്മാരുടെ സഭയുടെ ഒരു തുടർച്ചയാണല്ലോ നമ്മുടെ സഭയെന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് അവരുടെ സഭയിലുണ്ടാകുന്ന ആചരണം അപ്പാടെ നമ്മുടെ സഭയിലേക്ക് നമ്മൾ സ്വീകരിച്ചു. മറ്റൊരു സഭയിലും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയാണ് പെസഹാചരണം നമ്മുടെ സ്വന്തമായിട്ട് മാറിയത്. സെബാസ്റ്റ്യൻ അച്ഛാ, നമ്മൾ യഥാർത്ഥ പെസഹായെക്കുറിച്ച് നമുക്ക് പ്രേക്ഷകർക്ക് കുറേ ഡൗട്ടുകൾ ദൂരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈശോയുടെ പീഡാനുഭവ ദുഃഖവെള്ളിയെക്കുറിച്ച്, യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണം ദുഃഖവെള്ളി ആചരിക്കേണ്ടത്? ദുഃഖവെള്ളി എന്ന് പറയുന്നത് ഈശോ മരിച്ചതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. അത് ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അതിനകത്ത് ആത്മാർത്ഥമായിട്ട് സഹകരിക്കേണ്ടവരാണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ പാപത്തെക്കുറിച്ചെല്ലാം ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് ഈ പാപത്തിന് പരിഹാരമായിട്ടാണ് ഈശോ എനിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ ഈശോയോട് ചേർന്ന് നമ്മുടെ കഴിഞ്ഞ പാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് ഈശോയോട് മാപ്പ് ചോദിച്ച് ഈശോയുമായിട്ട് സഹവസിച്ച് അടുത്ത് പോകേണ്ട ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. അത് മറ്റേ ഒരു കാര്യത്തിനും വേണ്ടി നമ്മൾ പോകാൻ പാടില്ല. ഈശോയുടെ മരണമായിരിക്കണം നമ്മുടെ എവിടെ പോയാലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ചിന്ത. നമ്മുടെ പാരമ്പര്യ സുറിയാനി ക്രൈസ്തവർ ദുഃഖവെള്ളിയാഴ്ച പാന വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ അതൊന്നും കാണുന്നില്ല. കാരണം എന്തായിരിക്കാം? അത് തിരികെ ആ ഒരു
പാരമ്പര്യം തിരികെ കൊണ്ടുവരേണ്ട സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞു. അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ ആ പാരമ്പര്യം തിരികെ കൊണ്ടുവരണം. ഇതിപ്പോൾ ഈ പാന വായിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ മുതിർന്ന യുവജനങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല, അവർക്ക് ഇതിൻ്റെ അർത്ഥം അറിയാൻ വരില്ലല്ലോ. അതുകൊണ്ട് ക്രമേണ പിന്നെ സമയം പോവും, അവർക്ക് മറ്റു കാര്യങ്ങൾക്ക് സമയം കുറവാണ്. അതുകൊണ്ട് ഈ പൊതുവെ പാനവായനയോട് എതിർപ്പാണ്. അത് അതിൻ്റെ കാരണം മനസ്സിലാക്കി അത് നന്മയിലേക്ക് നയിക്കേണ്ടതാണെന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ പാനവായന നമ്മുടെ വീടുകളിൽ തുടങ്ങണം. അത് മാതാപിതാക്കന്മാർ തുടങ്ങിയ വേദപാഠ ക്ലാസ്സുകളിലൊക്കെ അധ്യാപകർ കുട്ടികളെ അത് പഠിപ്പിച്ച് ക്രമേണ നമ്മുടെ വീടുകളിൽ ഈ പാനവായന തുടങ്ങേണ്ടതാണ്. അച്ഛാ, അതുപോലെ തന്നെ പാരമ്പര്യങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക് കുരിശിൻ്റെ വഴി എല്ലാ റീത്തുകാരും ചെയ്യുന്നതാണ്. കാരണം ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും ഒക്കെ നന്നായിട്ട് ധ്യാനിക്കാനുള്ള നല്ലൊരു മാർഗമാണ് ഈ കുരിശിൻ്റെ വഴി. അത് എല്ലാ റീത്തുകാരും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പഴയ കാലത്തേക്കാൾ ഉപരിയായിട്ട് ജനങ്ങൾ രൂപതാടിസ്ഥാനത്തിൽ ഫൊറോനാടിസ്ഥാനത്തിലൊക്കെ സംഘടിച്ച് പല ഫൊറോനക്കാർ ഒരുമിച്ച് സംഘടിച്ച് പരസ്യമായിട്ട് കുരിശിൻ്റെ വഴി നടത്തുന്നുണ്ട്. ഇത് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഒരു അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടാണ് എന്താണെന്നറിയാമല്ലോ. ഇപ്പം ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ കുരിശിൻ്റെ വഴി മുടക്കി പോലീസുകാർ വന്ന്. അതേസമയത്ത് മറ്റ് ജാതിക്കാർ അവരുടേതായ ആഘോഷങ്ങളൊന്നും നടത്തുമ്പോൾ ഒരു മുടക്കം വരുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ ഈ ഉത്സവത്തിനൊക്കെ ആനയും ഭ്രാന്തി പിടിച്ച് ആനയൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്. ആന വന്നിട്ട് അതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല. നമ്മുടെ കുരിശിൻ്റെ വഴിയാണ് സഹിക്കാൻ വരാത്തത്. പല സ്ഥലങ്ങളിലും കുരിശ് പറിച്ചു കളയുന്നുണ്ട്. ഇങ്ങനെ പൊതുവെ പറയുമ്പോൾ നമ്മുടെ സഭയോട് മറ്റുള്ളവർ ഒരു എതിർ മനോഭാവം നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് വളർന്നു വരുന്നുണ്ട്. അപ്പം അതൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മൾ സംഘടിച്ച് ഇടവതോറും സംഘടിച്ച് നമ്മൾ കുരിശിൻ്റെ വഴിയും ഇങ്ങനെയുള്ള ഭക്താഭ്യാസങ്ങൾ പരസ്യമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് സംഘടിച്ച് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ക്രമേണ ഈ തെറ്റിദ്ധാരണയൊക്കെ മാറിക്കോളും. ദുഃഖവെള്ളിക്കും ഉയർപ്പിനും ഇടയ്ക്കുള്ള ഒരു ദിവസം എന്തെങ്കിലും പ്രത്യേകതകൾ എങ്ങനെയായിരിക്കണം ദുഃഖശനി നമ്മൾ ആചരിക്കേണ്ടത്? സാധാരണഗതിയിൽ നമ്മൾ ദുഃഖശനിയാഴ്ച കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കാറുണ്ട്. ദുഃഖശനി എന്ന് പറയുന്നത് ഈശോയോടുകൂടി അവിടുത്തെ മരണത്തിൽ നമ്മൾ പങ്കുകാരാകുന്നു. അങ്ങനെ മാമോദീസായിൽ അങ്ങനെ മരണത്തിൽ മാമോദീസായിലൂടെ പങ്കുകാരായി നമ്മൾ തീർച്ചയായിട്ടും ഉത്ഥിതനായ ഈശോ നമ്മളെ ഓരോരുത്തരെയും മരണത്തിൽ നിന്ന് ഉയർപ്പിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ചത്തെ മാമോദീസായും മറ്റു ചടങ്ങുകളും. കർത്താവിനോട് മരിച്ച നമ്മളെ കർത്താവ് ഉയർപ്പിക്കും എന്നുള്ള ബോധ്യം. അന്ന് വെള്ളം വെഞ്ചരിച്ച് കൊടുക്കുന്നതൊക്കെ എല്ലാം പുതുമയിലേക്ക് വരികയാണ്. അതായത് കർത്താവിൻ്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ച ശേഷം ഒരു പുതുമയിലേക്ക് വരുന്നു. നമ്മുടെ ജീവിതവും നമ്മൾ കുടിക്കുന്ന വെള്ളവും ആരാം വെള്ളവും എല്ലാം പുതുമ അതിലേക്ക് വരുന്നത് ഈശോയോടുള്ള പുതിയ ജീവിതത്തിൻ്റെ പ്രതീകമാണ്. അതാണ് നമ്മൾ വെള്ളം വെഞ്ചരിക്കുന്നതിൻ്റെയൊക്കെ കാരണം. അന്നും ആളുകൾ പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അന്ന് നമുക്ക് ഇനി ഉയർപ്പിലിൻ്റെ അതായത് ഏകദേശം 3 മണിയോടുകൂടിയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റത്. അന്ന് ഈസ്റ്ററുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് അച്ഛനെ പഴയകാല ഈസ്റ്റർ, പഴയകാല ഉയർപ്പ് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമോ? എങ്ങനെയാണ് ആളുകൾ ഉയർപ്പ് കല്ലറകൾ ഉണ്ടാക്കാനും ഒക്കെ പള്ളിയിൽ സംഘടിച്ചിരുന്നു? പഴയ കാലത്ത് ഉയർപ്പ് തിരുനാളിന് പള്ളിയിലെ കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നുള്ള കർമ്മങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇന്നത്തെ പോലെ ആളുകൾക്ക് ബോധ്യമായില്ലായിരുന്നു പഴയ കാലത്ത്. ആരും കാരണം അത് വിശദീകരിച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ്. എന്നാലും ഒരു പള്ളിയിൽ പോയിരുന്നു. ഉയർപ്പ് തിരുനാൾ പ്രധാന തിരുനാളായിട്ട് ജനങ്ങൾ പരിഗണിച്ചിരുന്നു. വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഈസ്റ്റർ എഗ്ഗ് അതൊരു നമ്മുടെ കൾച്ചറാണോ അത് ഫോറിൻ കൾച്ചറാണോ? ഈസ്റ്റർ എഗ്ഗ് അത് നമ്മുടെ കൾച്ചറൊന്നും അല്ലല്ല. മുട്ട തിന്നണമെങ്കിൽ വേറെ എന്തെങ്കിലും അവസരമുണ്ട്. അതൊക്കെ ആവശ്യമില്ലാത്ത ഓരോ കൾച്ചർ കൊണ്ടിരുന്നതാണ്. അത് ക്രമേണയൊക്കെ ഉള്ളതുകൂടെ പോവും. ഈസ്റ്റർ എന്ന് പറയുമ്പോൾ പലപ്പോഴും പല മാധ്യമങ്ങളിലും ഈസ്റ്ററിൻ്റെ ഒരു എഗ്ഗ് ആണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുവിനെ അല്ല അവിടെ ശരിക്കും നേരിട്ട് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്, അതായത് മുട്ടയാണ്. അപ്പം അതും യഥാർത്ഥ ഒരു ഈസ്റ്ററും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധങ്ങളുണ്ട്? ഒരു ബന്ധവുമില്ല. ഇതിങ്ങനെ ഇടയ്ക്ക് വന്ന് സഭയെ ഓരോരുത്തരും കയറ്റി വിട്ടതാണ്. അല്ല, അടിസ്ഥാനപരമായിട്ട് ഈശോയുടെ ജീവിതവും മരണമായിട്ട് ഈ മുട്ടയ്ക്ക് യാതൊരു ബന്ധവുമില്ല.
ഇങ്ങനെയൊരു അതായത് ഈസ്റ്ററിനാണേലും അല്ലെങ്കിൽ ക്രിസ്മസിന് നക്ഷത്രങ്ങൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ സാന്താക്ലോസ് ആയിരിക്കും മുൻഗണനയിൽ നിൽക്കുന്നത്. ഈസ്റ്ററിന് എഗ്ഗ്, അങ്ങനെ ഈശോയെ ഒതുക്കി നിർത്തുന്ന ഒരു കൾച്ചറിലോട്ട് നമ്മൾ വരുന്നുണ്ട്. അത് മാറേണ്ടതല്ലേ സാർ? തീർച്ചയായിട്ടും അത് മാറണം. അത് നമ്മൾ വളരെ ബോധപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് എങ്ങനെയെങ്കിലും ഈശോയെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല, ഈശോയെ കൂടുതൽ ബോധ്യത്തോടെ അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. വിശുദ്ധവാര കർമ്മങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയുണ്ടായി. നമ്മോടൊപ്പം മറിയക്കുട്ടി അമ്മച്ചി 106ൻ്റെ നിറവിൽ പെസഹായെക്കുറിച്ചും കുടിയേറ്റത്തെക്കുറിച്ചും ആ അമ്മച്ചിയുടെ അറിയാവുന്ന കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. ഇപ്പോൾ നമ്മോടൊപ്പമായിരുന്നത് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുളിക്കലച്ചനാണ്. വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന അച്ഛൻ. അദ്ദേഹം വിശുദ്ധവാരം ഒരു ക്രൈസ്തവൻ എങ്ങനെ ആചരിക്കണമെന്നും യഥാർത്ഥത്തിൽ എന്തൊക്കെ ചടങ്ങുകളാണ് വിശുദ്ധ വാരത്തിലുടനീളം നമ്മൾ അനുവർത്തിച്ച് പോരേണ്ടതെന്നും ചില പുതിയ മാറ്റങ്ങൾ അത് നമുക്ക് വേണ്ടതാണോ എന്ന് ഒരു പുനർവിചിന്തനത്തിന് നമ്മുടെ ഈ ഇൻ്റർവ്യൂ കാരണമായി. അച്ഛാ, ഒരുപാട് നന്ദിയുണ്ട് എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പമായിരുന്നതിൽ. താങ്ക് യു സോ മച്ച്.